ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ഞാനും കാണാൻ കൊണ്ട് രാവിലെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമുണ്ട്, കാളികടവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കേട്ടോ. അവിടേക്ക് തൊഴുകാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറൊരു തിരക്കുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ റെസിപ്റ്റൊക്കെ ആക്കി നെയ്വിളക്കും കാര്യങ്ങളൊക്കെ റെസിപ്റ്റാക്കി അമ്പലത്തിൻ്റെ അകത്ത് വന്നു. എന്നിട്ട് നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ട് നടക്കിൽ വെച്ചു കേട്ടോ. അവിടെ പ്രാർത്ഥിച്ചു. അതൊക്കെ പൂജാരി ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെയൊക്കെ കുറച്ച് മേലെ പാറയുടെ മുകളിലൊരു ഗുഹാക്ഷേത്രമുണ്ട്. അവിടേക്ക് പൂജയ്ക്ക് പോയിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വരും, 10 മിനിറ്റ് കൊണ്ട് വരുന്നതാണ്. ഇവിടെ ഈ ഒരു അമ്പലത്തേക്ക് വന്ന് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. കാരണം അത്രമാത്രം പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ മേലെ ഇങ്ങനെ പാറയും അങ്ങനെ ഉണ്ടാവും, താഴത്ത് പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും പിതൃതർപ്പണം നടക്കുന്നുണ്ട് കേട്ടോ. പിതൃതർപ്പണം ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അതിനുള്ള ആൾക്കാരും പിന്നെ അവിടെ കുറച്ച് സമയം നമുക്കിത് കഴിഞ്ഞിട്ട് ഇരുന്ന് പൂജിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നേരെ താഴെ പുഴയാണ്. ഈ പുഴയിൽ വെള്ളം അങ്ങനെ ഒരുപാട് വറ്റി വരണ്ട് പോകാറില്ല കേട്ടോ. അങ്ങനൊരു ഇതില്ല, എപ്പോഴും ഒരു നോർമലായിട്ട് വെള്ളം ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വീഡിയോ എടുത്ത് അങ്ങനെ പാറയുടെ മുകളിൽ കയറി കേട്ടോ. ഇത് റോഡ് ഉണ്ട് കേട്ടോ, പോകാനും വരാനും കാറിൽ മണ്ണയ്ക്ക് കരുവാനെ കുറിച്ച് അങ്ങനെ ടച്ച് ചെയ്യുന്ന റോഡുകൾ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഗുഹാക്ഷേത്രത്തിൽ തൊഴുകാൻ വന്നു. കണ്ണൻ ഇങ്ങനെ മുമ്പിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കയറിപ്പോൾ ഇത് കുറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ ഈ കല്ല് കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൽപ്പടവുകളിൽ കംപ്ലീറ്റ് ആയിട്ടും ഇത് സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ പേരാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. ഓരോ ആൾക്കാർ ഇത് സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ പേര്, വീട്ടുപേര്, അങ്ങനെയുള്ള കുറേ എല്ലാ സ്റ്റെപ്പിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി. ഇതാദ്യം ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള അമ്മയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒരു ദിവസം പോയിട്ട് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. വൈകുന്നേരമൊക്കെ അവിടെ വന്നിരിക്കാൻ പറഞ്ഞാൽ എന്തൊരു ഭംഗിയായി അറിയോ. നമുക്കിങ്ങനെ കാറ്റുകൊണ്ട് ഇവിടെ ഇരിക്കാനും അതേപോലെ സൂര്യാസ്തമയം കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്നിരുന്ന. അപ്പോൾ അങ്ങനെ ഒരു വൈകുന്നേരം വന്നിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്തു തരാം. അപ്പോൾ കുറേ അങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കയറി പോകണം നമുക്ക്. ആദ്യം ഇതിൻ്റെ മുകളിൽ പാറയുടെ മുകളിലൊക്കെ ആൾക്കാർ കയറിയിരുന്നു. പിന്നെ അങ്ങനെ എവിടെ പോയാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണവരുണ്ടാവില്ല. അതിൻ്റെ പേരിൽ വന്ന് ഫുള്ള് കമ്പിയിലേക്ക് കെട്ടി ഇപ്പോൾ പാറയുടെ മുകളിലേക്ക് കയറാനുള്ളതിന് ഒരു തടസ്സമുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ നമ്മൾ ഗുഹാക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി. സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് കാട് പിടിച്ച പോലെ ഒരു വഴിയാണ് അവിടെ. അപ്പോൾ അതിനെ അങ്ങോട്ട് കയറി പോകണം കേട്ടോ. ഈ ഒരു അമ്പലത്തിൽ ആരും ഇല്ല കേട്ടോ. അവിടെ പൂജാരി പൂജ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താഴത്ത് തൊഴുകാൻ പോയപ്പോൾ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ തിരുമേനി അവിടെ വന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവരിറങ്ങി താഴേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് സമയം ഇവിടെ പൂജ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു വിശേഷം അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ കാളികടവ് അമ്പലത്തിൽ മാർച്ച് മാസം 23, 22 എപ്പോഴും താലപ്പൊലി അവിടുത്തെ പൂരമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ആനയും പൂരം അങ്ങനെ എല്ലാം ഉണ്ടാവാറുണ്ട്. ഇതാണ് നമ്മുടെ ഗുഹാക്ഷേത്രം കേട്ടോ. അവിടെ ശിവലിംഗമാണ് ഒരു ഭാഗത്തായിട്ട്. കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് ചെറിയൊരു ഗുഹ പോലെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഉണ്ട്. അങ്ങനെ ഗ്രില്ലിട്ട കാരണം അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നും പറ്റില്ല. ഇത് അവിടെ ഒരു ശിവലിംഗം ഉണ്ട്. അവിടെ ഒരു മൂലസ്ഥാനം അങ്ങനെ എന്താണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ ചരിത്രമൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ആദ്യം കാട് പിടിച്ച സ്ഥലം അങ്ങനെ വെട്ടിത്തെളിച്ചപ്പോൾ അങ്ങനെ അവിടെ ഒരു ശിവലിംഗത്തിൻ്റെ പോലെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയണത്. അതിന് കൃത്യമായിട്ട് എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഹാക്ഷേത്രം. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോവാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് പച്ചപ്പിനും ഒരു ഭംഗിയാണ്. അത് ഉണങ്ങി നിൽക്കുമ്പോഴും നല്ലൊരു ഭംഗി പോലെ തോന്നിയിട്ടു. ഇത്രയും ചൂടും ഈ ഒരു പാറയൊക്കെ അല്ലേ, അതുണ്ടാവും പുല്ലൊക്കെ വേഗം ഉണങ്ങി നിൽക്കണം. അങ്ങനെ വണ്ടി ഞങ്ങൾ മുകളിൽ തന്നെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഗുഹാക്ഷേത്രം തൊഴുകാൻ പോയപ്പോൾ. അവിടെ ഒരു റോഡാണ് കേട്ടോ. ഈ ഒരു പാറയുടെ മുകളിലാണെങ്കിൽ ആദ്യം തന്നെ റോഡുണ്ട് അമ്പലത്തേക്ക് വരാനും അതിൻ്റെ അപ്പുറത്തേക്ക് കരുമാനംകുറിശി ടച്ച് ചെയ്യാനും ഇവിടുന്ന് ചെർപ്പളശ്ശേരിക്ക് ടച്ച് ചെയ്യുന്ന റോഡ് 2 ഭാഗത്തേക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് വേഗം കൂടുതൽ സമയം അവിടെ നിൽക്കാറില്ല. എനിക്ക് ഒറ്റപ്പാലത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ പരിധിയിൽ അവരുടെ ഒരു ക്ലബ്ബ് ആനുവൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ആനുവൽ ഡേ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വേഗം വന്നു. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ണനെ വീട്ടിലാക്കി ഞാൻ ഒറ്റപ്പാലത്തേക്ക് പോയിട്ടോ.
അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ആദ്യം ഒരു തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ എൻ്റെ ഓഫീസിലെ മാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏട്ടനാണ്, അവരുടെ മോളാണ്. അത് അവർ രണ്ടാളും നന്നായിട്ട് പാട്ട്, അടിപൊളി പാട്ടാട്ടോ. ഒക്കെ സിനിമാ പാട്ടുകളായതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മൊത്തം വെള്ളിനഴി പോസ്റ്റ് ഓഫീസിൻ്റെ ടീമിൻ്റെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് ലോഹിയേട്ടൻ തന്നെ പഠിപ്പിച്ചതെന്ന്. അപ്പോൾ അങ്ങനെ 2 സോങ് ഞങ്ങൾ പാടി. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കുഞ്ഞു വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാളിക്കടവ് അമ്പലത്തിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.